നമ്മൾ ഇന്ന് നടന്നത് നമ്മൾക്കും നമ്മുടെ തലമുറയ്ക്കും നമ്മുടെ മക്കൾക്കും വേണ്ടിയാണെന്ന് അഭിമാനത്തോടെ നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, തീർച്ചയായും ഒരു രാഷ്ട്രീയ അധികാരത്തിന്റെ തുടക്കം എന്ന രീതിയിലേക്ക് അണ്ണാ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ കേരളത്തിൽ അതിവിപുലമായ രീതിയിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ അഭിമാനത്തോടെയാണ് ഇന്ന് ദിവസം ഈ വേദിയിൽ നിൽക്കുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത് ഈ വേദിയുടെ തുടക്കത്തിൽ നടന്ന ഒരു ഉപഭോക്തൃ സംഭവമാണ്. ഒരു സമൂഹത്തിന് വിമോചനത്തിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളെയും പറഞ്ഞു തരികയും കൂടെ നിന്ന് ചെയ്യിപ്പിക്കുകയും ചെയ്ത നമ്മുടെ അണ്ണൻ്റെ വിയോഗത്തോടു കൂടി നമ്മളെല്ലാവരും അനുഭവിച്ച വലിയൊരു ശൂന്യത അല്ലെങ്കിൽ വലിയൊരു വേദന. ഇനി എങ്ങനെയായിരിക്കും നമുക്ക് മുന്നോട്ട് പോകേണ്ടതെന്നുള്ള വലിയൊരു ചോദ്യം നമ്മുടെ എല്ലാം മുന്നിലുണ്ടായിരുന്നു. ആ ചോദ്യങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും മുന്നോട്ടുള്ള യാത്ര ചെയ്യുന്ന മധ്യത്തിലാണ് അപ്രതീക്ഷിതമായി നമ്മുടെ ഇടയിലുണ്ടാകുന്ന വലിയൊരു വേർപാടുകൾ അല്ലെങ്കിൽ വേർതിരിയലെല്ലാം ഉണ്ടാകും. ആ ഒരു വേർപാടിൽ നിൽക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ മാനസികമായി സംഘർഷം അനുഭവിക്കേണ്ടി വന്നത്. ഇനി എങ്ങനെയാണ് നമ്മൾക്ക് മുന്നോട്ട് ചലിക്കുന്നത്? ആ മനുഷ്യൻ ചെയ്തു വെച്ച കാര്യങ്ങളെ ഇനി ഏതൊക്കെ വിധേയനാണ് നടപ്പിലാക്കേണ്ടത് എന്ന വലിയൊരു മാനസികമായ കടന്ന് പോക്ക് 2 വർഷം കാലഘട്ടമുണ്ടാകും. പക്ഷേ ആ സമയത്തെ അതിജീവിക്കാൻ നമുക്ക് പറ്റി. അതുമാത്രമല്ല, ഉറപ്പിച്ചൊരു തീരുമാനമെടുത്താൽ നമ്മൾക്ക് എന്തും നടപ്പിലാക്കാൻ പറ്റും എന്നുകൂടി തെളിയിക്കുകയാണ് അണ്ണൻ്റെ ഈ 57ാമത് ജന്മവാർഷിക ദിനത്തിൽ നമുക്ക് പറയാൻ പറ്റും. കാരണം അണ്ണൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഹോം സ്കൂൾ എന്ന് പറയുന്ന പാഠ്യപദ്ധതി. നാളിതുവരെയായും രാജ്യത്ത് ഒരു സംഘടനകളോ ഒരു സമുദായമോ ഒന്ന് നടപ്പിലാക്കാനോ ചെയ്തു നോക്കാനോ ധൈര്യപ്പെടാത്ത ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് തത്വങ്ങൾ പറയുന്നത്, അണ്ണം പറയുന്നത് ബദൽ വിദ്യാഭ്യാസത്തിലൂടെ ഒരു സമൂഹത്തെ നമുക്ക് സൃഷ്ടിക്കണം. ആ ബദൽ വിദ്യാഭ്യാസ സംവിധാനത്തിലൂടെ ഒരു പുതുതലമുറയെ നമുക്ക് സൃഷ്ടിക്കണം. അതിന് ഈ സമൂഹത്തിലെ കുട്ടികൾ തയ്യാറാകണമെങ്കിൽ ഞാൻ അതിനോടൊപ്പം ഉണ്ടാകുമെന്ന് പറയുന്ന ഒരു വാക്ക് നിന്ന് തുടങ്ങിയ ആ ഒരു പഠന പദ്ധതിയിലെ അണ്ണൻ്റെ ഈ ജന്മദിനത്തിൽ തന്നെ ആ ഹോം സ്കൂൾ പഠനത്തിലൂടെ നിങ്ങൾ വിചാരിക്കുന്നത് ഈ ഹോം സ്കൂൾ എന്ന് പറയുന്നത് മറ്റെന്തോ തരത്തിലേക്കുള്ള പഠനമാണ് എന്നുള്ളതായിരിക്കും, സ്കൂളുകളോ അല്ലെങ്കിൽ അതുവരെ. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ആ സ്വാഗതം അർപ്പിച്ച് സംസാരിച്ച ആദ്യത്തെ ഈ ഇരിക്കുന്ന സ്കോളർഷിപ്പ് വാങ്ങിയ കുട്ടികൾ എല്ലാവരും സ്കൂളുകൾ എന്താണെന്ന് അറിയുകയും സ്കൂളിലെ പാഠ്യരീതിയും അതോടൊപ്പം തന്നെ അവിടുത്തെ എല്ലാ സൗകര്യങ്ങളും സന്തോഷങ്ങളും അനുഭവിച്ചു വരുമ്പോഴും സ്കൂളിൻ്റെ പടി പോലും കയറാത്ത ഒരു കുട്ടിയാണ് ഈ സ്വാഗത പ്രസംഗം ഇംഗ്ലീഷിൽ നമുക്ക് പറയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അഭിമാനത്തോടെ ഞാൻ പറയുന്നു, നമ്മൾ വിചാരിച്ചാൽ നടക്കാത്തതൊന്നുമില്ല. അതുതന്നെയാണ് നമ്മുടെ അണ്ണന് ഈ ബർത്ത്ഡേ ദിവസത്തിൽ നമുക്ക് എല്ലാവർക്കും അണ്ണന് തിരികെ കൊടുക്കാൻ പറ്റിയത്. അണ്ണൻ പറഞ്ഞു വെച്ചൊരു കാര്യത്തെ നമുക്ക് ഒരു പടി മുന്നോട്ട് ചലിപ്പിക്കാൻ പറ്റി എന്നുള്ളതാണ്. ബാബാ അംബേദ്കറുടെ ജന്മദിനത്തിന്റെ സമാപനവും അണ്ണന്റെ ജന്മദിന വാർഷികവും കൂടി ആഘോഷിക്കുമ്പോൾ ബാബാ അംബേദ്കറെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും വ്യക്തമായി അറിയാം ബാബ ആരായിരുന്നു, എന്തായിരുന്നു. ഈ 21ാം നൂറ്റാണ്ടിന്റെ 25ാമത് വർഷത്തിലേക്ക് കടക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ നൂറ്റാണ്ടിന്റെ ഒരു പതിറ്റാണ്ട് പിന്നിടുന്ന ഈ ഘട്ടത്തിൽ ബാബാ അംബേദ്കർ രാജ്യത്ത് ലോകത്ത് മറയിൽ നിന്ന് അംബേദ്കർ ഇത് തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ജനാധിപത്യത്തിന് എവിടെ ചോദ്യം ചെയ്യലുണ്ടാവുന്നു അവിടെയെല്ലാം ഇവിടുത്തെ എല്ലാ സമൂഹത്തിനും പറയാൻ പറ്റുന്ന ഏക വാക്ക്, ഏക പര്യായം എന്ന് പറയുന്നത് ഡോക്ടർ ബാബാ അംബേദ്കർ മാത്രമേ. കാരണം ബാബ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ജനിച്ചില്ലായിരുന്നെങ്കിൽ ഈ ഇരിക്കുന്ന നമ്മളാർക്കും തന്നെ ഈ രാജ്യത്തിന്റെ ഇന്നത്തെ സാഹചര്യം എന്താണെന്ന് പോലും നമുക്ക് പറയാൻ പറ്റുകയില്ല.
നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്, നമ്മൾ പറയാറുണ്ട്. പക്ഷെ അതൊന്നും അനുഭവിച്ചവരല്ല ഈ ഇരിക്കുന്ന നമ്മളാണ്. പക്ഷെ ആ അനുഭവിച്ച ഒരു സമൂഹത്തോട് നേരിൽ സൽക്കരിക്കുകയും അവരോടൊപ്പം സഞ്ചരിക്കുകയും ചെയ്തതുകൊണ്ടാണ് നമ്മൾ അവന് ഈ രാജ്യത്ത് വലിയൊരു മാറ്റം ചെയ്യണം, ആ മാറ്റം ഇവിടുത്തെ സാധാരണ അടിസ്ഥാന വിഭാഗത്തിൽ കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റൂ എന്ന ഉദ്യമ ബോധത്തോടെ നമ്മുടെ ജനതയെ കോർത്തിണക്കിക്കൊണ്ട് ഈ ഒരു മുന്നേറ്റം ഇതിന് തുടങ്ങുന്നു. അവിടെ ബാബാ സാഹേബ് അംബേദ്കർ ആരാണ് എന്ന് ഒരു ചോദ്യം ആരെങ്കിലും ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്നത് അംബേദ്കർ അത്ഭുതം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഒറ്റ വാക്കിൽ ഒരു ഉത്തരം ബാബാ സാഹേബ് അംബേദ്കറെ കുറിച്ച് പറയാൻ പറ്റുകയില്ല. കാര്യം ഇന്നും അത്രത്തോളം ലോകം അംഗീകരിക്കുന്ന ഒരു മനുഷ്യനെ മറികടന്നു പോകാൻ ഒരാൾ പോലും ഈ നൂറ്റാണ്ടിൽ ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ നോക്കണം, അല്ലെങ്കിൽ മനസ്സിലാക്കണം. അവിടെയാണ് ബാബു ചെയ്തു വെച്ച് പോയ കാര്യങ്ങളെ തുടർന്ന് കൊണ്ടുപോകുമ്പോൾ, അല്ലെങ്കിൽ അത് അടുത്ത പടിയിലേക്ക് മുന്നോട്ട് ചലിപ്പിക്കുമ്പോൾ നമുക്ക് ബാബയോടൊപ്പം ചേർത്ത് വെക്കേണ്ട കേരളത്തിലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന എല്ലാ ദളിത് ആദിവാസി സമൂഹങ്ങളും അതോടൊപ്പം തന്നെ പിന്നോക്ക സമൂഹങ്ങളും ചേർത്ത് വെക്കേണ്ട മറ്റൊരു പേരാണ് യജമാൻ അയ്യങ്കാളി എന്ന് പറയുന്നത്. യജമാൻ അയ്യങ്കാളിയെ മറന്നുകൊണ്ട് കേരള സമൂഹത്തിന് ഒരുപാട് മുന്നോട്ട് ചലിക്കാൻ പറ്റുകയില്ല. ദേശീയതലത്തിൽ രാജ്യത്തിന്റെ വിമോചനത്തിന് വേണ്ടിയുള്ള ബാബാസാഹേബ് ഒരു നിയമം തയ്യാറാക്കുമ്പോൾ ഈ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമത്തിനെതിരെ പോരാടിക്കൊണ്ട് അവകാശങ്ങൾ നേടിയെടുക്കുന്ന തരത്തിൽ ആദ്യമായി ഇന്ന് തെക്കേ ഇന്ത്യയിൽ കേരളത്തിൽ ചുവട് വെച്ച് മുന്നോട്ട് പോയത് യജമാൻ അയ്യങ്കാളി. യജമാൻ അയ്യങ്കാളിയുടെ ജീവിതമാണ് ഇവിടുത്തെ സാധാരണക്കാരന് പോരാടാനുണ്ടായ മനോനിലയുണ്ടായി. ഇവിടുത്തെ സാധാരണക്കാരനെ എന്തിനേയും എതിർക്കണമെന്ന് പറയുന്ന തരത്തിലേക്ക് അവന്റെ നാവിനെ ചലിപ്പിച്ചു തുടങ്ങിയത് നമ്മുടെ യജമാന്റെ കാലഘട്ടത്തിൽ. ആ യജമാനൻ ചെയ്ത പ്രവർത്തനവും ബാബാ സാഹേബ് അംബേദ്കർ ചെയ്ത അറിവിന്റെ തലത്തിലുള്ള മുന്നേറ്റങ്ങളും സംയോജിപ്പിച്ചുകൊണ്ട് ഈ 21ാം നൂറ്റാണ്ടിൽ വലിയൊരു മുന്നേറ്റത്തിന് തുടക്കമാണ് നമ്മുടെ അണ്ണൻ ചെയ്തു വെച്ചത്. അണ്ണൻ ചെയ്തു വെച്ച പ്രവർത്തനത്തെ തീർച്ചയായിട്ടും ഒരു പടി പിന്നിലേക്ക് കൊണ്ടുപോകാതെ അത് പൂർത്തീകരിക്കുന്നതിനകത്ത് യാതൊരുവിധ സംശയവും ആർക്കും ഉണ്ടാവണ്ട. തീർച്ചയായും അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഓരോന്നും അക്കമിട്ട് ഈ രാജ്യത്ത് നടപ്പിലാക്കുന്നതിന് വേണ്ടി ഒരു സമൂഹത്തെ വാർത്തെടുത്തുകൊണ്ട് മുന്നോട്ട് പോകും എന്നത് അണ്ണന്റെ ഈ ജന്മദിന ദിവസത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാര്യം അണ്ണന്റെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു രാഷ്ട്രീയ അധികാരം എന്ന് പറയുന്നത്. കാര്യം 75 വർഷം കാലഘട്ടം നമ്മളിവിടെ ജീവിക്കുമ്പോഴും ഇവിടുത്തെ ജനാധിപത്യത്തിന്റെ എല്ലാ സ്വാതന്ത്ര്യവും നമ്മൾ അനുഭവിക്കുമ്പോഴും ഇവിടുത്തെ ദളിത് ആദിവാസി സമൂഹത്തിന് ഈ രാജ്യത്തിന്റെ അവകാശങ്ങൾക്ക് ഇല്ലാതെ പോയതൊന്ന് മാത്രമാണ് ഈ രാജ്യത്തിന്റെ അധികാര പങ്കാളിത്തത്തിലേക്ക് നമുക്ക് കടക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ പറയുന്നുണ്ട് നമുക്ക് 16 MLA-മാരുണ്ട്, 2 MP-മാരുണ്ട്, അതോടൊപ്പം തന്നെ ത്രിതല പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷൻ തലത്തിലും സംഭരണ സീറ്റിൽ നമ്മൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മെമ്പർമാരുണ്ട് എന്ന് പറയുമ്പോഴും അതൊന്നും ഒരിക്കലും ഈ ജനവിഭാഗത്തിന്റെ മാറ്റത്തിന് വേണ്ടി ശബ്ദിക്കുന്ന ഒരു നാവ് പോലും ഈ ജനാധിപത്യ പ്രക്രിയയിൽ ഇന്ന് വരെയും ഈ വിഭാഗത്തിൽ നിന്നുള്ള അധികാരികൾ ഉണ്ടായിട്ടില്ല. അവിടെ നിന്നുകൊണ്ടാണ് എന്തുകൊണ്ട് രാഷ്ട്രീയ അധികാരത്തിലേക്ക് നമ്മൾക്ക് കടന്നുകൂടാ എന്ന ചിന്തയിൽ നമ്മുടെ അണ്ണൻ 2015 രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുന്നു. ആ രാഷ്ട്രീയ പ്രസ്ഥാനം എങ്ങനെ ആയിരിക്കണമെന്നതിനെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടാണുണ്ടായിരുന്നു. വ്യക്തമായി ഒരു ദളിത് രാഷ്ട്രീയം ഇന്ത്യയിലേക്ക് വെക്കുമ്പോൾ ആ രാഷ്ട്രത്തെ ഏതൊക്കെ തരത്തിലായിരിക്കും സമൂഹത്തിൽ നിന്നുള്ള പിന്നോട്ട് വലിയുണ്ടാകുന്നത് എന്ന് വളരെ വ്യക്തമായി ബോധ്യമുണ്ടായിരുന്നു. നമ്മളിന്റെ എല്ലാ മേഖലയിലും മാറ്റിയെടുക്കപ്പെട്ട നമ്മുടെ ജനതയെ തീർച്ചയായും അധികാര സമൂഹമായി മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയാണ് അണ്ണനൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തിയെങ്കിൽ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം തുടങ്ങുന്നതിന് മുന്നേ തന്നെ അണ്ണൻ നമ്മളെ വിട്ടുപോവുകയാണ് ഉണ്ടായത്. എന്നിരുന്നാലും അണ്ണന്റെ വിയോഗത്തിന് ഏകദേശം ഒരു 4-5 വർഷങ്ങൾക്ക് ശേഷം അതേ അണ്ണന്റെ പേരിൽ പാർട്ടി എന്ന പേരിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നമുക്ക് നേതൃത്വം കൊടുക്കാൻ പറ്റി, രൂപം കൊടുക്കാൻ പറ്റി. ഇന്ന് ഇലക്ഷൻ കമ്മീഷന്റെ അംഗീകാരത്തോടുകൂടി കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ദളിത് രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന രീതിയിൽ, അല്ലെങ്കിൽ ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഞാൻ പറയുന്നു, വരാൻ പോകുന്ന നാളുകളിൽ ഇവിടുത്തെ ദളിത് ആദിവാസി സമൂഹത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് നാളിതുവരെയും
ഇന്ന് ഇവിടുത്തെ അധികാര വർഗത്തിനെതിരെ ശബ്ദിക്കാൻ പറ്റുകയില്ല, ഇവിടുത്തെ ഭരണകൂടത്തിനെതിരെ ശബ്ദിക്കാൻ പറ്റുകയില്ല, ഇവിടുത്തെ നെറുകേടിനെതിരെ ശബ്ദിക്കാൻ പറ്റുകയില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നവരെ ഏതു വിധേയനെയും തടങ്കലാക്കുന്ന ഒരു നിയമ സംവിധാനമാണ് ഇന്ന് ജനാധിപത്യം എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നുപോയ കാര്യം പട്ടോളിയച്ചൻ സൂചിപ്പിക്കുകയുണ്ടായി. വേടൻ എന്ന് പറയുന്ന നമ്മുടെ ഒരു സഹോദരൻ, അദ്ദേഹത്തിന്റെ പേരിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേരിൽ ചുമത്തപ്പെട്ടിരിക്കുന്ന 2 വകുപ്പുകളിലൂടെയാണ് അദ്ദേഹത്തിനെ ഈ കഴിഞ്ഞ 2 ദിവസമായി പോലീസ് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നത് നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെ കണ്ട കാര്യം. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്തുകൊണ്ടാണ് വേടൻ വേട്ടയാടപ്പെട്ടത്? എന്തുകൊണ്ടാണ് വേടനെ ഈ പറയുന്ന ഭരണകൂടവും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ജനാധിപത്യ സംവിധാനങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്നുകൊണ്ട് അദ്ദേഹത്തിനെ വേട്ടയാടാനുള്ള തയ്യാറെന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയിലൂടെ അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ് ഇന്നും അവരെ എന്ത് ചെയ്യുന്നത്, വേദനിപ്പിക്കുന്നത്. നമുക്കെല്ലാവർക്കും അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞൊരു വാക്കെന്ന് പറഞ്ഞത്, ഇന്ന് വരെ ലോകത്തെ ഒരു കവികൾക്കും അല്ലെങ്കിൽ ലോകം അറിയപ്പെടുന്ന ഷേക്സ്പിയർ പോലെയുള്ള ഒരു കവികൾക്ക് പോലും എഴുതാൻ പറ്റാത്ത ഒറ്റ വരി അദ്ദേഹം എഴുതി ചേർത്തു, വിയർപ്പ് തുന്നിയിട്ട കുപ്പായം. ഇതുപോലെ വിശാലമായ ഒരു വാക്ക് പറയാൻ ഇന്ന് ലോകത്തൊരാൾ പോലുമില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. കാര്യം അടിമ സമൂഹത്തിന് വേണ്ടി പറഞ്ഞിരിക്കുന്ന വാക്കാണ്. കാര്യം ഇവിടെ വിയർക്കുന്നവൻ മറ്റാരുമല്ല, ഇവിടുത്തെ സാധാരണക്കാർ ഇരിക്കുന്ന മണ്ണിന്റെ അവകാശങ്ങളാണ് വിയർക്കുന്നവർ എന്ന് പറയുന്നത്. ആ വിയർപ്പുകൾ ചേർത്തുകൊണ്ട് അവരൊരു കുപ്പായം ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ നാടേലേക്ക് അവൻ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി, അവന്റെ തലമുറയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി അവൻ ആ വിയർപ്പുകൾ ചേർത്തുകൊണ്ട് ഒരു കുപ്പായം തച്ചിടുന്നു എന്ന് പറഞ്ഞാൽ അവന്റെ വിമോചനത്തെ കുറിച്ച് അവൻ മുന്നിൽ കാണുന്നു. ആ വിമോചനം നടപ്പിലാക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. അത്തരം വിശാലമായ ഒരു വാക്ക് തന്നെയാണ് ഇവിടുത്തെ പൊതുസമൂഹത്തിന് ഏറ്റവും കൂടുതൽ വേടനെ വേട്ടയാടേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു പാർട്ടിയിലൂടെ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അദ്ദേഹം പറഞ്ഞത് ഇനി പാണനല്ല, പറയാനല്ല, തമ്പുരാനുമല്ല, ആണെങ്കിൽ ഒരു മയിലുമല്ല എന്ന് പറയുമ്പോൾ ആ വാക്കിന്റെ മൂർച്ച നമ്മളൊന്ന് ആലോചിക്കണം. ഇനി ആ പറയുന്ന തമ്പുരാൻ നമുക്കൊരു മയിലുമല്ല എന്ന് പറയുമ്പോൾ ജനാധിപത്യത്തെയാണ് അദ്ദേഹം ഊന്നി പറഞ്ഞത്, ഒരു വ്യക്തിയെ ഒരു സമൂഹത്തെ അല്ല അദ്ദേഹം പറഞ്ഞത്. കാര്യം ജനാധിപത്യത്തിൽ എല്ലാവരും തുല്യരാണ്. ആ തുല്യതയിൽ തമ്പുരാനോ പറയനോ കൊലയനോ വേടനോ ഒരു വേർതിരിവില്ല. അവരെല്ലാവരും തുല്യത എന്ന് പറയുന്ന ഒരു മെസ്സേജാണ് അദ്ദേഹം അതിലൂടെ പറയുന്നത്. ഇന്ന് നമുക്കറിയാം, ജാതിയുടെ പേരിൽ അല്ലെങ്കിൽ കുലത്തിന്റെ പേരിൽ, മതത്തിന്റെ പേരിൽ ഇവിടെ ഓരോ വ്യക്തികൾക്കും അർഹിക്കുന്ന സ്ഥാനം കൊടുക്കുന്നു, അവർക്ക് പ്രത്യേക പരിഗണന കൊടുക്കുന്ന ഈ രാജ്യത്ത് നമ്മളെല്ലാവരും തുല്യരാണ്, ഇവിടെ ജനാധിപത്യമാണ് എന്ന് പറയുന്നതിന് മറ്റൊരു വഴിയാണ് വേണം തിരഞ്ഞെടുത്തത്. നമ്മളെല്ലാവരും തുല്യതയായിരിക്കണമെങ്കിൽ അവനൊന്നുമല്ല എന്ന് പറയുന്നു. അങ്ങനെ നിരന്തരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ വാക്ക് തീർച്ചയായും കേരളത്തിലെ ഒരു വലിയൊരു സമൂഹത്തിന് അല്ലെങ്കിൽ വലിയൊരു സമൂഹം എന്ന് നടിക്കുന്ന ഒരു ജനതയ്ക്ക് വലിയ അസ്വസ്ഥതകൾ ഉണ്ടാകും. ആ അസ്വസ്ഥതകൾ തന്നെയാണ് ഇത്തരം വേട്ടയാടലുകൾക്ക് മുന്നിലുള്ള കാരണം എന്ന് പറയുന്നത്. നമ്മളും ഒന്ന് ആലോചിക്കുക, നമ്മളും ഇന്നൊരു സംഘടിത സമൂഹമായി മുന്നോട്ട് പോവുകയാണ്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇന്ത്യയിലെ കേരളത്തിലെ ചില ആദിവാസി സമൂഹങ്ങൾ ഒരുമിക്കുകയാണെങ്കിൽ വലിയ രീതിയിലേക്കുള്ള പ്രശ്നങ്ങൾ രക്ഷപ്പെടും. കാര്യം എന്നും നമ്മുടെ ജീവനും ചോരയുമാണ് അവർക്ക് ആവശ്യം. അതുകൊണ്ട് ഒരു കാര്യം